ഹായ് സ്റ്റുഡൻസ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടുത്ത ടോപ്പിക്കാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദ പാർട്ടിക്കിൾ ഇൻ 1A ബോക്സ് പ്രോബ്ലം, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് എന്നൊക്കെ പറയും. ഓക്കെ, സോ പാർട്ടിക്കിൾ ഇൻ 1D ബോക്സിനകത്ത് നമുക്കൊരു ഡെറിവേഷനാണ് ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Consider a particle of mass m moving along the x-axis only confined between two hard interpermeable walls at x is equal to 0 and x is equal to a. The potential energy V is equal to 0 inside one-dimensional box but rises abruptly to infinity at the walls. In other words, the potential energy V is infinity for the particle everywhere along the x-axis except for a line segment of length a. The Schrodinger equation for 1D one-dimensional is അതായത് പാർട്ടിക്കിൾ ഇൻ 1D ബോക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ഡെറിവേഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് കുറച്ച് അസംഷൻസ് കൊടുക്കണം. അപ്പോൾ അസംഷൻസ് ഇതാണ്: ഒരു പാർട്ടിക്കിൾ, അതായത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണ്, അത് എക്സ് ആക്സിസിൽ മാത്രം മൂവ് ചെയ്യുക. പക്ഷേ അത് എവിടെയാണ് മൂവ് ചെയ്യുന്നത്? അതിനൊരു ഒരു എന്താ പറയുക, ഒരു ചേമ്പറിൽ അല്ലെങ്കിൽ രണ്ട് വാൾസിൻ്റെ ബിറ്റ്വീനിലാണ് അതിനെ വെച്ചേക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈസ് ഈക്വൽ ടു എ വരെ. അതായത് ഒരു വാൾ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0യും മറ്റേ വാളെന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എയുമാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മുടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി ആയിരിക്കും. പിന്നെ അത് വി ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി വി ഈസ് 0 ഇൻസൈഡ് ദ വൺ ഡയമെൻഷണൽ ബോക്സ്. അതായത് നമ്മൾ എടുക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെന്താ, പക്ഷേ എക്സ് ആക്സിസിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഇസ് ഈക്വൽ ടു എ വരെയാണല്ലോ. അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. ബിക്കോസ് ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. പക്ഷേ ഈ ഔട്ട് സൈഡിൽ എന്താണ്, അത് 0 അല്ല, അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കാണും. അങ്ങനെയാണെങ്കിൽ ഷ്രോഡിഞ്ചർ വൺ ഡയമെൻഷനിൽ അതായത് എക്സ് ആക്സിൽ മാത്രം മൂവ് ചെയ്യുന്നതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: d square psi by dx square plus 8 pi square m divided by h square into e minus v psi is equal to 0. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് ആദ്യമേ എഴുതണം. ഇനി നമ്മൾ അതിൻ്റെ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് റീജിയനായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഔട്ട്സൈഡ് ദ ബോക്സും ഇൻസൈഡ് ദ ബോക്സും. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സിൽ തന്നെ രണ്ടെണ്ണം വരും. അങ്ങനെ അതായത് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് വരുന്നതെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻ റീജിയൻസ് 1 and 3. വി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് ഔട്ട്സൈഡ് ദ ബോക്സിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. ദിസ് ഇക്വേഷൻ ക്യാൻ ഹോൾഡ് ഓൺലി ഇഫ് സൈ ഈസ് ഈക്വൽ ടു 0. സിൻസ് സൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0, ദെൻ ഇറ്റ് മീൻസ് ദർ ഈസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദി ബോക്സ്. അപ്പം ഈ ഇക്വേഷനകത്ത്, അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ഈ ഒരു രീതിയിൽ എഴുതി കഴിയുമ്പോൾ സൈൻ്റെ വാല്യൂ 0 വരും. സൈ 0 ആണെങ്കിൽ സൈ സ്ക്വയർ 0 ആയിരിക്കും. അപ്പോൾ സൈ സ്ക്വയർ നമ്മൾ പറഞ്ഞായിരുന്നു, സൈ എന്ന് പറയുന്നതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, സൈ സ്ക്വയറിന് മാത്രമേ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ സൈ സ്ക്വയറും 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്സൈഡ് ദ ബോക്സിൽ, അതായത് ബോക്സിന് വെളിയിലായിട്ട് പാർട്ടിക്കിളിനെ കാണുന്നതിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ വാല്യൂ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സൈ സ്ക്വയറിൻ്റെ വാല്യൂ 0 കിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് ദ ബോക്സിൽ നമുക്ക് പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കതിൻ്റെ വെളിയിൽ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു കൺക്ലൂഷനിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനിയും നമുക്ക് ഇൻസൈഡ് ദ ബോക്സ് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ ഇൻസൈഡ് ദ ബോക്സിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി V = 0 ആണ്. അത് ആദ്യമേ നമ്മൾ അസംഷൻ കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ എനർജി V = 0 ആണ്. അത് നമ്മൾ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d²ψ/dx² + 8π² me divided by h² ψ = 0 ബിക്കോസ് E - V എന്നായിരുന്നല്ലോ. അപ്പോൾ E - V എന്ന് പറയുമ്പോൾ വിക്ക് വരെ 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ E മാത്രമായിട്ട് വരും. അത് നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ടു. ദിസ് ഇക്വേഷൻ ഹാസ് ദ സൊല്യൂഷൻ ψ = a sin of 8π² me divided by h² x plus b cos x 8π² me divided by h² x. മുകളിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ ψ = a sin എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. വേർ a and b ആർ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ദ ബോക്സിൽ V = 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. Since the particle is confined within the wall, the acceptable wave functions must satisfy the boundary conditions have to be stipulated. Applying the first boundary condition, that ψ = 0 at x = 0, we get 0 = a. അതായത് നമ്മൾ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. x = 0യും x = എയും. അപ്പോൾ ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B = 0 എന്ന് പറയുന്ന ഇത് കിട്ടും. ഇനിയും നമ്മൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ψ = അപ്പോൾ B 0 ആയി കഴിഞ്ഞാൽ എന്ത് ആ ഇക്വേഷനകത്ത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 നമ്പർ ഇക്വേഷനകത്ത് B 0 ആയിക്കഴിഞ്ഞാൽ ആ എൻറ്റയർ ടേം 0 ആവും. ബിക്കോസ് വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് B. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ കിട്ടുക? ψ = a sin 8π² me divided by h² into x. ഇനി നമ്മൾ അപ്പോൾ x = 0 എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷൻ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ കിട്ടി. ഇനിയും x = a എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കണ്ടീഷനാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 = a sin 8π² me divided by h² a sin 8π² me divided by h² into a എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. The parameter a cannot be 0 because if so, psi would be 0 for all values of x as per equation number 4 and this would be absurd. അതായത് ഒരിക്കലും എ പാരാമീറ്റർ എന്ന് പറയുന്നത് 0 ആവാനായിട്ട് പാടില്ല. അപ്പോൾ എ പാരാമീറ്റർ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്സിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ വാല്യൂസും 0 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഫാക്റ്റിൽ അത് നടക്കില്ല. അതുകൊണ്ട് എ എന്ന് പറയുന്ന പാരാമീറ്റർ ഒരിക്കലും 0 ആവാനായിട്ട് പാടില്ല. അപ്പോൾ നോക്കിയേ, sin 8π² me divided by h² a is equal to 0. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 8π² me divided by h² into a എന്ന് പറയുന്നത് n π എന്ന് കിട്ടും. where n is equal to 0, 1, 2, 3. Okay. From equation 6 we get E, which may be now written as E is equal to n² h² divided by 8ma². അവിടെ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആൻഡ് കറസ്പോണ്ടിംഗ്ലി psi n is equal to a sin n pi by a into x. The value of constant a in psi equation 8 is fixed using normalization requirements. അതായത് എയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു നോർമലൈസേഷൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ψ² dx is equal to 1 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എയുടെ വാല്യൂ കിട്ടും. a is equal to 2/a ½ അല്ലെങ്കിൽ √2/a എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ 0 ആകുമ്പോൾ എയുടെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോർമലൈസേഷൻ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് √2a ആണ്, അല്ലെങ്കിൽ 2/a² ആണ്. അപ്പം ഇതാണ് എന്താ പറയുന്നത് പാർട്ടിക്കിൾ ഇൻ 1D ബോക്സിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണിത്. Calculate the ground state energy of an electron confined in 1D one-dimensional box of length 4 angstrom. Also calculate its energy when it is in the n is equal to 2 level. What wavelength corresponds to the spectral transitions between n is equal to 1 and n is equal to 2 level. അതായത്
1D ബോക്സിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ 1D ബോക്സിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 4 ആങ്സ്ട്രോം ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ n=2 ലെവലിലും എന്ത് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഗ്രൗണ്ട് സ്റ്റേറ്റിലെയും കണ്ടുപിടിക്കണം, n=2 ലെവലിലെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ n=1 നിന്നും n=2 ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന വേവ് ലെന്തും ഏത് വേവ് ലെന്തിലാണ് ആ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആകുന്നതെന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പോൾ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ nth ലെവൽ വെൻ കൺഫൈൻഡ് വിത്ത് 1D ബോക്സ്, അതായത് 1D ബോക്സിനെ അസോസിയേറ്റ് ചെയ്ത് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് n²h² ഡിവൈഡ് ബൈ 8m⁴. അവിടെ നിന്നും നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് n=1. എന്നിൻ്റെ വാല്യൂ 1 ആണ്. എച്ചിൻ്റെ വാല്യൂ അറിയാം, കോൺസ്റ്റൻ്റ് ആണ്, 6.626 × 10⁻³ ജൂൾ സെക്കൻഡ്. എമ്മിൻ്റെ വാല്യൂ അറിയാം, 9.1 × 10⁻31 കിലോഗ്രാം. പിന്നെ എ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ബോക്സ് ആണ്. ബോക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 ആങ്സ്ട്രം. അത് ഇട്ട് കൊടുത്തു. 4 ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 4 × 10⁻10 മീറ്റർ ആണ്. എല്ലാത്തിനെയും SI യൂണിറ്റിൽ കൊണ്ടുവന്നിട്ടിട്ട് വേണം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ വാല്യൂസും അറിയാം ഇക്വേഷനകത്ത്. ഡയറക്റ്റ് ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനൽ ഉത്തരം 3.77 × 10⁻19 ജൂൾ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ഇനിയും സെക്കൻഡ്, അതായത് n=2 എന്ന് പറയുന്ന ലെവലിലെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. n=1 പകരം ഇവിടെ 2 ആവും. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസർ 1.508 × 10⁻18 ജൂൾ കിട്ടും. അപ്പോൾ നമുക്ക് n=2ൻ്റെയും n=1ൻ്റെയും എനർജീസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയും എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് n=2 ആൻഡ് n=1, അതായത് n=2ഉം n=1ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 2ൻ്റെ എനർജി എത്രയാണോ അതിൽ നിന്നും 1ൻ്റെ എനർജി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1.131 × 10⁻18 ജൂളാണ്. അപ്പം എനർജി ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് സ്പെക്ട്രൽ ലൈൻസ്, അതായത് n=1 നിന്നും n=2 ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്, എന്ത് വേവ് ലെങ്തിലാണ് അതിന് ട്രാൻസിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ν ∆E/h and wavelength lambda c/v, where c is 3 × 10⁸ m/s. So wavelength is equal to hc/ΔE. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ΔE കാൽക്കുലേറ്റ് ചെയ്തത്. എച്ചിൻ്റെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം, ΔEയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. സോ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസർ 1.7576 × 10⁻7 മീറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതായത് കറസ്പോണ്ടിങ് വേവ് ലെന്ത് ആണ് കണ്ടുപിടിച്ചത്. അപ്പം 1D ബോക്സിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണിത്. ആ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, 1D ബോക്സിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന എനർജി ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തത്. പാർട്ടിക്കിൾ ഇൻ 1D ബോക്സിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും. ആപ്ലിക്കേഷൻ ഓഫ് ഇതുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ സിലബസിൽ. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് പറയാം. സിഗ്നിഫിക്കൻസ് ഓഫ് ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. അതായത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ ടേംസ് ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. എന്താണ് ഓർബിറ്റ്, എന്താണ് ഓർബിറ്റൽ? ഓർബിറ്റ് എന്താ? എ ഓർബിറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് അക്കോർഡിംഗ് ടു ബോർസ് കൺസെപ്റ്റ്. അതായത് ബോർ കൺസെപ്റ്റ് പ്രകാരം ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു വെൽ ഡിഫൈൻഡ് പാത്ത്, ഒരു സർക്കുലർ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ മെക്കാനിക്കൽ കോൺസെപ്റ്റ് ആണ്. ദ കൺസെപ്റ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ കൺസിഡറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ഈസ് എഗൈൻസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് വേവ് നേച്ചർ അസോസിയേറ്റഡ് വിത്ത്. അതായത് ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ടാണ് ഈ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്.
അതിനോട് വേവ് നേച്ചറും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ടാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഓക്കുപ്പൈങ് ഇൻ എ സ്പെസിഫിക് ഓർബിറ്റ് ക്യാൻ ബി നോൺ സൈമിൾട്ടേനിയസ്ലി വിത്ത് സർട്ടനിറ്റി. ദസ് ദ കൺസെപ്റ്റ് ഈസ് എഗൈൻസ്റ്റ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പം ഈ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ സർട്ടൻ വാല്യൂയോട് കൂടി തന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് എഗൈൻസ്റ്റ് ആണ്. ഓൾ ഓർബിറ്റ്സ് ആർ സർക്കുലർ ഇൻ ഷേപ്പ്. എല്ലാ ഓർബിറ്റുകളും സർക്കുലർ ഷേപ്പിലാണ് ഉള്ളത്. ഓർബിറ്റ്സ് ആർ നോൺ ഡയറക്ഷണൽ ഇൻ ക്യാരക്ടർ. പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് സർക്കുലർ പാത്ത് മാത്രമാണ്. അല്ലാണ്ട് ഒരു ഡയറക്ഷൻ ഒന്നും നമുക്ക് ഓർബിറ്റ്സിൻ്റെ കേസിൽ പറയുവാനായിട്ട് പറ്റില്ല. ഇനിയും ഓർബിറ്റൽ എന്താണ്? An orbital is a three-dimensional region of space around the nucleus where there is a maximum probability of finding an electron. അപ്പോൾ ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ഒരു 3D സ്പേസ് ആണ്, 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. XYZ കോർഡിനേറ്റ്സ് കാണും. അവിടെ നമുക്ക് ഒരു ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള മാക്സിമം പ്രോബബിലിറ്റി ആ ഒരു 3D സ്പേസിൽ തന്നെ ആയിരിക്കും. It is a wave mechanical concept and corresponds to the wave function psi, which is an acceptable solution of the Schrödinger wave equation for the electron. ഈ ഒരു ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് വേവ് മെക്കാനിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് വേവ് ഫംഗ്ഷൻ സൈയോടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷ്രോഡിഞ്ചർ സൊല്യൂഷനും കാണും. The concept originates from a consideration of the electron as standing wave. ഈ കൺസെപ്റ്റ് വരുന്നത് ഒരു സ്റ്റാൻഡിങ് വേവിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് വേവിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത്. The concept merely defines the most probable region of the existence of the electron at any given instant and thus not against the uncertainty principle. അപ്പം ഇതിനകത്തും ശരിക്കും ഒരു പ്രോബബിലിറ്റിയാണ് പറയുന്നത്. അതായത് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി മാത്രമാണ് ഈ ഓർബിറ്റൽ കൺസെപ്റ്റിനകത്ത് വരുന്നത്. അതുകൊണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ എഗനസ്റ്റ് ആയിട്ടൊന്നുമല്ല, അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർബിറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. പല ടൈപ്പ് ഓഫ് ഓർബിറ്റലുകളുണ്ട്, അതിനെല്ലാം ഓരോരോ ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. ഓർബിറ്റൽസ് എക്സെപ്റ്റ് എസ് ഹാവ് ഡയറക്ഷണൽ ക്യാരക്ടർ. അതായത് എസ് ഓർബിറ്റലിന് മാത്രം ഒരു ഡയറക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കി വരുന്ന പി ഇസഡ്, പി വൈ, പി ഡി പറയുന്ന എല്ലാ ഓർബിറ്റലുകൾക്കും ഓരോരോ ഡയറക്ഷൻസ് കാണും. എക്സിന് മാത്രമില്ല, ബട്ട് പി എക്സ്, പി വൈ, പി ഇസഡ് അതുപോലുള്ള ഓർബിറ്റലുകൾക്കെല്ലാം ഓരോരോ ഡയറക്ഷൻസും ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ളൊരു എന്താണ് ഓർബിറ്റ്, എന്താണ് ഓർബിറ്റലിനെ പറ്റിയിട്ടുള്ളൊരു ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കാനുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ ക്വാണ്ടം നമ്പേഴ്സാണ് പഠിക്കാനുള്ളത്. ക്വാണ്ടം നമ്പേഴ്സ് ആർ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് സ്പെസിഫൈ ദ ലൊക്കേഷൻ ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് ഈച്ച് സെറ്റ് ആക്ട് ആസ് എ ലേബൽ ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ആറ്റം. അതായത് പറഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ പറയുവാണ് ക്വാണ്ടം നമ്പേഴ്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം നമ്പേഴ്സ്. പിന്നെ ഓരോന്ന് പറയുമ്പോഴും പറയും എൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടമാണ്, ക്വാണ്ടം നമ്പറാണ്, അങ്ങനെ പറഞ്ഞ് പഠിക്കും. ആക്ച്വലി എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനുള്ളിൽ ഒരു ഇലക്ട്രോണിൻ്റെ എനർജിയും അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനെയും സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ആക്ച്വലി ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ആറ്റത്തിനുള്ളിലെ ഒരു ഇലക്ട്രോണിൻ്റെ എനർജിയും അതുപോലെ തന്നെ ആ ഇലക്ട്രോണിൻ്റെ ലൊക്കേഷനും സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ആക്ച്വലി ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 4 ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊരു ഇലക്ട്രോണിനെയും, ഏതൊരു ആറ്റത്തിലെ ഏതൊരു ഇലക്ട്രോൺ എടുത്താലും നമുക്കതിനെ 4 ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ n ഉപയോഗിച്ചിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. It specifies the average distance between electron from the nucleus and determines to a large extent the energy associated with it. It can have positive integral value n is equal to 1, 2, 3. It denotes the main energy level in which electron is present. In general, the greater the value of n, higher the energy associated with it. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ n ആണ്. അതെന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും
ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ആണ് ശരിക്കും n എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ 1 2 3 4 ഒക്കെ ആവാം, 1 2 3 4 5 6 എക്സെട്ര ആവാം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിൻ്റെ മെയിൻ എനർജി ലെവലിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണിക്കുന്നത്. അതിനർത്ഥം എന്നിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ന്യൂക്ലിയസുമായിട്ട് ആ ഇലക്ട്രോൺ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി കൂടുതലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ ഇരിക്കുന്നതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന എനർജീനെയും കാണിക്കുന്നുണ്ട്. മെയിൻ എനർജി ലെവൽസ് ആയിരിക്കും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കാണിക്കുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾ പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് ആവാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, എന്നിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ എനർജിയും കൂടുതലായിരിക്കും. രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ L ഉപയോഗിച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇറ്റ് സിഗ്നിഫൈസ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ. ഇറ്റ് ക്യാൻ ഹാവ് ദ വാല്യൂസ് ഫ്രം 0 to n-1. ഒരു പെർട്ടിക്കുലർ n തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 to n-1 അത്രത്തോളം വാല്യൂ ആയിരിക്കും ഈ L ക്വാണ്ടം നമ്പറിന് ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിനെ പറ്റി ഇൻഫോർമേഷൻസ് തരുന്ന ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം quantum number L. Since the kinetic energy of the orbital motion must be well within the total energy, each main energy level may be considered subdivided into certain sublevels. L thus denoted the sublevel in which the electrons is present and is thus linked to the geometrical shape of the spatial region in which it is most probably found. L values of 0, 1, 2, 3, 3 correspond respectively to S, P, D, F and levels. അതായത് നമുക്ക് ഓരോന്നിൻ്റെ ഷേപ്പ്, അതായത് എൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ഷേപ്പ് പറയുവാനായിട്ട് പറ്റും. എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലിലായിരിക്കും, 1 ആണെങ്കിൽ പി, അങ്ങനെ എൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഏത് എസ് പി ഡി എഫ് ഏത് ഓർബിറ്റലിലാണെന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്തത് നോക്കിയേ, അതിനകത്ത് വരുന്ന എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 to n-1. സോ 0 to 0 0 ആയിരിക്കും. സബ് ലെവൽസ് പ്രസൻറ്റ് എസ് ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 2 ആയിക്കഴിഞ്ഞാൽ 0 to 1 വരെ, അതായത് 0 to n-1 ആണ് എല്ലിൻ്റെ വാല്യൂസ് വരിക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 0 to n-1 ദാറ്റ് ഈസ് 2 - 1 ദാറ്റ് ഈസ് 1, 0 to 1. അപ്പോൾ 0 വരും, 1 വരും, എസ് വരും, പി വരും. അങ്ങനെ എന്താ പറയുന്നത്, എന്നിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന സബ് എനർജി ലെവൽസും എന്തൊക്കെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് പറ്റും. അടുത്തതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. It specifies the preferred spatial orientation of the electron in a magnetic field. Such preferred orientation arises because an electron with an angular momentum behaves as an electric current circulating a loop, subsequently generates its own magnetic field which can interact with the external magnetic field. M can have only one of the two L plus 1 integral value ranging from -L to 0 to +L. അതായത് എമ്മിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ -L to +L വരെ ആയിരിക്കും എമ്മിൻ്റെ വാല്യൂ നമ്മൾ പറയാറ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. അതായത് നമ്മുടെ ഒരു ഇലക്ട്രോണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, അത് സ്പേസിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് -L to +L വരെയുള്ള വാല്യൂസ് ആയിരിക്കും എമ്മിന് വരുന്നത്. ദ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് എം ഇൻ ഫാക്ട് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഓർബിറ്റൽ പ്രസൻറ്റ് ഇൻ ദ സബ് ലെവൽ ഡിനോട്ടഡ് ബൈ ദ എൽ വാല്യൂ, ദറ്റ് ഈസ് L is equal to 1. ഇറ്റ് ഈസ് എ പി സബ് ലെവൽ ആൻഡ് പോസിബിൾ എം വാല്യൂസ് ആർ -L, 0, +1. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ദിസ് മീൻസ് ദാറ്റ് ദർ ആർ 3 ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ പി സബ് എനർജി ലെവൽ PX, PY, PZ. അതായത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എമ്മിൻ്റെ വാല്യൂ വരുന്നത് എങ്ങനെയാണ്, -L to +L എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സപ്പോസ് എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിനകത്ത് വരുന്ന സബ് എനർജി ലെവൽ എന്ന് പറയുന്നത് പി ആയിരിക്കും. 0ക്ക് എസ് വരും, 1ന് പി വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പി വന്നു. അപ്പോൾ പി വന്നു കഴിയുമ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ വേണം. എമ്മിൻ്റെ വാല്യൂ -L to +L വരെയാണ്. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ -L, 0, 1 ആയിരിക്കും. അപ്പോൾ പി ആണ് സബ് ലെവൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് 3 മാഗ്നറ്റിക് എനർജി ലെവലും കൂടെ വരുന്നുണ്ട്. അതായത് PX, PY, PZ.
The actual value of m for an electron specifies the orbital in which it is present. Example, an electron with L is equal to 1 and m is equal to 0 is present in the pz orbital. അതായത് എല്ലിൻ്റെ വാല്യൂ 1ഉം എമ്മിൻ്റെ വാല്യൂ 0ഉം വന്നു കഴിഞ്ഞാൽ അത് pz ഓർബിറ്റലായിരിക്കും. പിന്നെന്താ അതായിരിക്കും. നോക്കിയേ, എമ്മിൻ്റെയും എല്ലിൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോരോ വരുന്ന വാല്യൂ ഉണ്ടോ. SPDFൽ എല്ലിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് പോസിബിൾ എം വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഓർബിറ്റൽസും കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഫ് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് എല്ലിൻ്റെ വാല്യൂ 3 ആയിരിക്കും. അതിനകത്ത് അപ്പം -3 to +3 വരെ വാല്യൂസ് വരും. ഏകദേശം 7 വാല്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നതും 7 തന്നെയായിരിക്കും. ഇനി അതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നാലാമത്തേതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇറ്റ് സ്പെസിഫൈസ് ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ്സ് ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ് വിച്ച് ഇസ് ലിങ്ക് ടു ദ ഫാക്ട് ദാറ്റ് ഇലക്ട്രോൺ സ്പിൻസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ബിഹേവ്സ് ലൈക്ക് എ സ്മോൾ മാഗ്നറ്റ്. അതായത് സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ സ്പേസിൽ എങ്ങനെ ഓറിയൻറ്റ് ചെയ്യുന്നു, അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്താണ്, ആ വക ഡീറ്റെയിൽസ് ആയിരിക്കും സ്പിൻ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ ആക്സിസിലായിരിക്കും ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ വേണമെങ്കിൽ, ബിക്കോസ് അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അപ്പോൾ നമുക്കൊരു സ്മോൾ മാഗ്നറ്റായിട്ട് കൺസിഡർ ചെയ്യുവാനായിട്ട് സാധിക്കും. Okay, the possible value are only +½ or -½ corresponding to the two direction of the spin of the electrons clockwise and anti-clockwise. അപ്പോൾ ആകെപ്പാടെ ഈ ഇലക്ട്രോൺ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് ഓറിയൻറ്റേഷൻ മാത്രമേ അതിന് പോസിബിൾ ഉള്ളൂ. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എസിൻ്റെ വാല്യൂ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ എസിൻ്റെ വാല്യൂ ഓൾവേസ് +½ അല്ലെങ്കിൽ -½ ആയിരിക്കും. യെസ്, ദസ് ദ വാല്യൂ ഡിപ്പെൻഡൻ്റ് ഓഫ് ദ അതർ ദീസ് ക്വാണ്ടം നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്നെങ്കിൽ എസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ എസിൻ്റെ വാല്യൂ +½ ആയിരിക്കാം, അല്ലെങ്കിൽ എസിൻ്റെ വാല്യൂ -½ ആയിരിക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏത് ഓറിയൻറ്റേഷനാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ബാക്കി 3 ക്വാണ്ടം നമ്പറിനോടും ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് ഇതിൻ്റെ വാല്യൂ ½ വരത്തുള്ളൂ, അത് സൈൻ +- ആവും. പക്ഷേ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും കണക്റ്റഡ് ആണ്, ഓരോന്നിൻ്റെ വാല്യൂവിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത് വരിക. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്പിൻ ക്വാണ്ടം നമ്പർ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ എൻ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ എം ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് പറയുന്ന 4 ക്വാണ്ടം നമ്പറും. നമ്മൾ ഈ 4 ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഇലക്ട്രോണിൻ്റെ എനർജിയും അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻസും ഒക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. താങ്ക് യു.